മുഖത്തിൽ 1:17 ഫസ്ലുൻ ഫീ സിൽസിലത്തി തഫഖുഹി ലി അസ്ഹാബി ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി മിൻഹും ഇല ശാഫിഈ റഹിമഹുല്ലാഹ് ثم ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനവറുകൾ മുതൽക്ക് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു വരെയുള്ള ഉസ്താദുമാരുടെ പരമ്പരയും ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു മുതൽക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള ഗുരുമഹത്തുക്കളെയും വിശദീകരിക്കുകയാണ്. അപ്പൊ അതിന്റെ ആമുഖമായിട്ട് മഹാനവറുകൾ പറയുന്നു വഹാദാ മിനൽ മത്ലൂബാത്തിൽ മുഹിമ്മാത്തി വന്നഫായിസിൽ ജലീലാത്തി അല്ലത്തി യംബഗി ലിൽ മുതഫഖിഹി വൽ ഫഖീഹി മഅരിഫതുഹാ വതഖബഹു ബിഹി ജഹാലതുഹാ ഫഇന്ന ശുയൂഖഹു ഫിൽ ഇൽമി ആബാഉ ഫിദ് ദീനി വഉസ്ലത്തുൻ ബൈനഹു വബൈന റബ്ബിൽ ആലമീൻ. കാരണം ഞാൻ ഈ ഗുരുവഴികളുടെ ആമുഖത്തിൽ എഴുതിയതുപോലെ ദേഹത്തിന്റെ ശരീരത്തിന്റെ പ്രത്യക്ഷമായ സംരക്ഷണം നമ്മുടെ മാതാപിതാക്കളുടെ കൈകളിലാണെങ്കിൽ ആത്മീയമായ സംരക്ഷണം നമ്മുടെ ദേഹിയുടെ സംരക്ഷണം ഉസ്താദുമാരുടെ കൈവശത്തിലാണ്. അവരാണ് നമ്മുടെ മനസ്സിലെ ദുർമേധസ്സുകളെയും കളകളെയും ഒക്കെ പുറത്തെറിഞ്ഞ് നമ്മെ സംസ്കരിച്ച് ഉദാത്തമായ വിധാനത്തിലേക്ക് വളർത്തിക്കൊണ്ടുപോകുന്നത്. അപ്പൊ ദീനിൽ നമ്മുടെ മാതാപിതാക്കളാണ് ഉസ്താദുമാർ. അല്ലാഹുവിനും യജമാനായ അല്ലാഹുവിനും അടിയങ്ങളായ നമുക്കും ഇടയിലുള്ള മധ്യവർത്തികൾ. അപ്പൊ അവരെ കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം. അവരോട് ബിർറ് ചെയ്യാൻ, അവർക്ക് ഗുണം ചെയ്യാൻ, അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, അവരെ പുകളുകൾ പ്രഘോഷണം ചെയ്യാനൊക്കെ നിർദ്ദേശിക്കപ്പെട്ടവരാണ് നമ്മൾ. അത് ഇമാം നവവി തങ്ങൾ പറയുന്നു. അതിന് ഈ ഗുരുമഹത്തുക്കൾ ആരാണെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കൽ ആവശ്യമല്ലേ? ഇപ്പൊ പഴയ കാലത്ത് നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ സബത്തുകൾ ഉണ്ടായിരുന്നു, അസ്ബാത്തുൽ മശായിഖ്. അവരുടെ ഗുരുമഹത്തുക്കളെ കുറിച്ച് ഇപ്പോ ഓരോ കിതാബിന്റെയും സനദ് അൽഫിയ ഓതുകയാണെങ്കിൽ ഇപ്പോ വന്നിരായ ഉസ്താദിൽ നിന്ന് നമ്മൾ അൽഫിയ ഓതി, ഉസ്താദ് ആരിൽ നിന്ന് ഓതി, അങ്ങനെ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിലേക്ക് കണ്ണി ചേരുന്ന സനദുണ്ടാവും. മീസാൻ ആണെങ്കിൽ മുഹമ്മദ് ലബ്ബൽ ഖാഹിരി റളിയല്ലാഹു അൻഹുവിലേക്ക് കണ്ണി ചേരുന്ന സനദുണ്ടാവും. ദിനേന നമ്മൾ ചൊല്ലുന്ന ഹദ്ദാദ് റാത്തീബ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പൂർവ്വ ചെയ്തതാണ്. മഹാനവറുകളിലേക്ക് കണ്ണി ചേരുന്ന നമുക്ക് ആരാണ് ഇജാസത്ത് തന്നത്, അവർക്കാരാണ് ഇജാസത്ത് കൊടുത്തത്, അവർക്കാരിൽ നിന്നാണ് ഇജാസത്ത്, ഇങ്ങനെ കൃത്യമായി പോകും. ഉസ്താദ് അടക്കം ധാരാളം ഉലമാക്കൾ പതിവാക്കുന്ന ദലായിലുൽ ഖൈറാത്ത് സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹുവിന്റെ ദലായിൽ, മഹാനായ കക്കടിപ്പുറം ഉപ്പാപ്പ വഴിക്കാണ് ഇപ്പൊ കേരളത്തിലാകെ പടർന്നു വ്യാപിച്ചിട്ടുള്ളത്. മഹാനവറുകൾക്ക് ശൈഖുന അറക്കൽ മൂപ്പനിൽ നിന്നാണ്, അവർക്ക് അബ്ബാസ് റിദ്വാനിൽ നിന്നാണ്, അങ്ങനെ പരമ്പര സുലൈമാനുൽ ജസൂലിയിലേക്ക് എത്തും. അപ്പൊ ഇതൊക്കെ പഴയ കാലത്ത് കൃത്യമായി രേഖപ്പെടുത്തപ്പെടുകയും സൂക്ഷിച്ചു വെക്കുകയും ചെയ്തിരുന്ന ഒരു സംഗതിയാണ്. പുതിയ കാലത്ത് കൃത്യമായ അവബോധമില്ലായ്മ കൊണ്ടോ അതല്ലെങ്കിൽ വേണ്ടത്ര ശ്രദ്ധയില്ലായ്മ കൊണ്ടോ